ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് റമദാനാണ്. അങ്ങനെ ഞങ്ങളിന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി പുറത്തു പോവുകയാണ്. ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ റൂം ഇതാണ്. സെയിം ഫ്ലോറിലാണ് നമ്മളിവിടെ ഉള്ളത്. നമ്മൾ നോമ്പ് തുറക്കാൻ പോകുന്നത് താഴത്തോട്ടാണ്. താഴത്തെ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ബുഫേ ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബുഫേ കിട്ടുമോ നമുക്കറിയില്ല. റെസ്റ്റോറൻ്റ് ആണ്, അതിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് നമ്മളെടുത്ത്. ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് പോയി നോക്കാം അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്. ഓക്കെ, അവിടെ കയറി പറ്റാൻ പറ്റുമോന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും ആ ബുഫേയിൽ നമുക്ക് കയറി പറ്റാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കയറി പറ്റും, ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോകും. രണ്ട് റെസ്റ്റോറൻറ്റ് നല്ലതാണ്. ഒന്നിൽ ബുഫേ ഇല്ല, ഒന്നിൽ ബുഫേ ഉണ്ട്. ആ ഒരു വ്യത്യാസം. അപ്പം ഞങ്ങൾ നേരെ താഴേക്കാണ്. കയ്യിലൊന്നും എടുത്തിട്ടില്ല, ഒരു പാൽക്കുട്ടി മാത്രം. വേണ്ടി വന്നാലോ എന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ. എന്തായാലും നമ്മൾ താഴേക്ക് പോകുന്നുണ്ട്. താഴെ തന്നെയാണ് നമ്മുടെ ആ റെസ്റ്റോറൻറ്റ്. ഒന്ന് പാകിസ്ഥാനി ഫുഡാണ് അല്ലേ? പാകിസ്ഥാനി ഫുഡാണോ ഇന്ത്യൻ ആണോ നമുക്ക് നോക്കാം. തിരക്ക് നോക്കുക റോഡില്. അതെ, ഇത് താഴത്തെ തിരക്കാണ്. ഇതാട്ടോ ഞങ്ങളെ ബിൽഡിങ്. നടന്നു പോകാണ് വീടല്ലേ. അല്ലെങ്കിൽ ഹെസബേബി കൊടുക്കാം. ഇതെന്തൊക്കെ ചെയ്യാൻ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. കൊടുക്കുന്നുണ്ടോ? പോയി നോമ്പ് തുറക്കരുത്. ഇഷ്ടായോ? എന്താ വേണ്ടോ? ബേബിക്ക് എന്താ വേണ്ടേ? എന്താ വേണ്ടേ? ഇവിടെ ഫ്രൂട്ട്സ് എടുക്കണേ. വാട്ടർമെലണോ എന്താ? ചിക്കൻ ബിരിയാണി ഉണ്ട്, ബുഹാരി റൈസ് ഉണ്ട്, ചിക്കൻ ഹാൻഡി ഉണ്ട്, പിന്നെന്താ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. ഒക്കെ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കൂടുതലുള്ളത് മട്ടൻ്റെ ഗ്രേവിയാണ്. മട്ടൻ്റെ ഗ്രേവി ഉണ്ട്, ചിക്കൻ വൈൻസ് ബിബിക്യൂ ഉണ്ട്. അതൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്. ഫ്രൈഡ് ഫിഷ് ഉണ്ട്, മൂടി വെച്ചിരിക്കുകയാണ്. അതൊക്കെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെജിറ്റബിൾ ഒക്കെ മൂടി വെച്ചിരിക്കുകയാണ്. ചിക്കൻ ഇതൊക്കെ മൂടി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് കാണാം. പിന്നെ ഡ്രിങ്കിങ് ജ്യൂസ് ഉണ്ട്, ബട്ടർ നാൻ ഉണ്ട്. ജ്യൂസ് അവർ കൊണ്ടുപോയി ആദ്യം തന്നെ മക്രോണി ആണ് കേട്ടോ കഴിച്ചത്. ഹെസമോൾക്ക് ഹാഫ് നോമ്പ് ഉണ്ടായിരുന്നു. ഹാഫ് നോമ്പ്. നല്ല പക്കോറ. ഫ്രൂട്ട് സലാഡ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊള്ളാം കേട്ടോ. ഫുഡൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെന്താ അത്? ചിക്കനാ? ചിക്കൻ. ഷെസ്വാൻ നൂഡിൽസ്. ഹസ്ബൻഡിക്കാണ് നൂഡിൽസ് എടുത്തു കേട്ടോ. ബേബി ആദ്യമായിട്ട് നൂഡിൽസ് കഴിക്കണല്ലേ? വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര രസമുണ്ട്. ഏതാണ്? ഭയങ്കര എമ്മയായിരിക്കും. ആയിരിക്കുന്നു മട്ടൻ കറി. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ?
അമേസിങ്. മട്ടനിലാണോ ഉപ്പ് കൂടിയത് മുക്കാരി റൈസിലാണോ? മട്ടനിലൊന്നുണ്ട്. ഇവിടെ മട്ടൻ്റെ ഡിഷ് ആകെ ഒരെണ്ണുള്ളൂ, പിന്നെ ഉള്ളത് കബാബാണ്. മട്ടൻ കറിയിലാണെങ്കിൽ നല്ല ഉപ്പ് കൂടിപ്പോയി. അപ്പോൾ തൈര് സലാഡ് ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. ചിക്കൻ സ്റ്റൂ അടിപൊളിയായിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ, അത് ചിക്കൻ ഹണ്ടി. ചിക്കൻ ഹണ്ടിയാണ് ഇവിടുത്തെ മെയിൻ രാജാവ്. ബേബിക്കോടെ സെപ്പറേറ്റ് ചെയറൊക്കെ ഉണ്ട്, പക്ഷേ ഇരിക്കൂല, അതിലിരിക്കൂല. ഇത് നമ്മളെ കൂടെ തന്നെ ഇന്ന് കഴിക്കണം. ദാലൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ദാൽ അടിപൊളി കേട്ടോ. ഇത് 2 സൈസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വേറെ ഇത് രണ്ടും പൊറോട്ട വെജിറ്റബിൾ കറി കൊള്ളാം. ഇത് ദാല്, ഇത് വേറെന്തോ വെജിറ്റബിൾ കറി, വെജിറ്റബിൾ കുറുമയോ അങ്ങനെ എന്തോ. നോക്കിയേ, മട്ടൻ നല്ല ഉപ്പുണ്ട്. മൈഗ്രെയിൻ ഉള്ളതാക്കെ എന്തായാലും കഴിക്കാൻ പറ്റില്ല, ഉപ്പ് കൂടിയിട്ടില്ല. ഞങ്ങളുടെ ടേബിളിലുള്ള എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിച്ചു കഴിയാനായി. ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ, 2 ഐറ്റം. ഉപ്പും മധുരവും കൂടെ ഇട്ട ഓറഞ്ച് ജ്യൂസാണത്. അതെ, വെറൈറ്റി സാധനം. ഇത് പിന്നെ നമ്മുടെ ഷർബത്ത്, പിങ്ക് സ്ട്രോബെറി ഷർബത്താണ് ഗൈസ്. ഫുഡ് കഴിച്ച് മത്താവുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫുഡ് കഴിച്ച് മത്തായി, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എൻ്റെ കണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ ഇഫ്താറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അതെ, നമ്മൾ രണ്ടുപേരും ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ? എന്താക്കും ഉറക്കം തൂങ്ങാൻ കാര്യം? അങ്ങനത്തെ പോളിംഗ് ആയിരുന്നല്ലോ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഔട്ട് ഓഫ് 10 we can rate 7. യെസ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പോവാണ്. അയ്യോ, ഒരടി നടക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. ബുഫേ ആണെന്നും പറഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബുഫേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാം ട്രൈ ചെയ്യാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാടൊന്നും അങ്ങനെ വാരി വലിച്ച് എല്ലാത്തിൽ നിന്നും കഴിച്ചിട്ടൊന്നുമില്ല. എല്ലാം കുറേശ്ശെ നമ്മളിങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേശ്ശെ കേട്ടോ. എല്ലാത്തിൽ നിന്നും കുറേശ്ശെ ആയപ്പോൾ എന്തായിപ്പോയി, മത്തായിപ്പോയി അവസാനം. കാരണം ഒരുപാട് ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു. ഇതാ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, അവിടെ ബുഫേ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഐറ്റംസ് ഒന്നും തീർന്നിട്ടില്ല. നോക്ക്, ഐറ്റംസ് ഒന്നും തീർന്നിട്ടില്ല, കണ്ടോ? പോകുന്നേ ഇക്കു എന്താ പതുക്കെ നടക്കാൻ പറ്റുന്നില്ലേ? ഫുള്ളായിട്ട് നടക്കാൻ പറ്റുന്നില്ല. ഒരടി വെക്കാൻ പറ്റാണ്ടായിപ്പോയി. ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തതാ. എല്ലാം ടേസ്റ്റ് ചെയ്യണ്ടായിരുന്നു. 1-2 ഐറ്റംസ് വെറുതെ വിടാമായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. എല്ലാം ഓരോ സ്പൂൺ വീതം കഴിച്ചപ്പോൾ ഇത്രയും ഫുള്ളാവെന്ന് വിചാരിച്ചില്ല ഗൈസ്. നമ്മുടെ മനസ്സിലെന്തായിരുന്നു, എല്ലാം കുറേച്ചല്ലേ കഴിക്കുന്നുള്ളൂ, ടേസ്റ്റ് ചെയ്തല്ലേ നോക്കുന്നുള്ളൂ, എല്ലാം ഓരോ സ്പൂണല്ലേ കഴിക്കുന്നുള്ളൂ എന്ന ചിന്താഗതിയിലായിരുന്നു നമ്മൾ രണ്ടുപേരും. പക്ഷേ അവിടെയാണ് നമുക്ക് പണി പാളിയത്. ഓരോ സ്പൂൺ വീതം ആണെങ്കിലും കുറേ ഡെസേർട്ടിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മത്തായി. ഇനി നേരെ ചെന്ന് കിടന്ന് ഉറങ്ങണമെന്നൊക്കെ അത്രയ്ക്കും മത്തായി പോയി ഗൈസ്. അയ്യോ,
നടക്കാൻ വയ്യാണ്ട് ഞാൻ നടക്കുന്നുണ്ട്. എനിക്കറിയില്ല ഇക്കും എങ്ങനെയാണ് കുഞ്ഞാവേനെയും കൂടെ എടുത്തുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും എനിക്ക് നടക്കാൻ വയ്യാണ്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. എസ് ബേബി കുറച്ചൊക്കെ തിന്നൂല്ലേ എന്തൊക്കെയോ ഐറ്റംസ്. എസ് ബേബിക്ക് പിന്നെ എസ് ബേബിക്ക് പിന്നെ ഡെസേർട്ടിൻ്റെ ഐറ്റംസ് ഒന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല. പുളി എരിവ് അങ്ങനത്തെ ഐറ്റംസാണ് ഇഷ്ടം. ചിക്കൻ മട്ടൻ അതൊക്കെ ഇഷ്ടം. മധുരം അവൾ കഴിക്കൂല. പക്ഷെ ഞങ്ങൾ അവസാനിക്കുന് ഗുലാബ് ജാമുൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗുലാബ് ജാമുൻ എടുത്തോണ്ട് വെച്ചിട്ടോ. അത് കഴിച്ചില്ല. ഇക്കു കഴിച്ചില്ല. ഇക്കു പറഞ്ഞ് എൻ്റെ വയറ്റിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞു. ലക്കു എന്തൊക്കെ ഗുലാബ് ജാമുൻ വേണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാത്ത? ഇക്കുവിൻ്റെ വിചാരം ഇക്കുന് ആ ഗുലാബ് ജാമുൻ കൂടി എങ്ങനെയെങ്കിലും ഒരു 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 എന്താ പറയുക ഒരു ചെറിയ സ്പൂണെങ്കിലും അകത്താക്കാൻ പറ്റുമെന്നായിരുന്നു ഇക്കുവിൻ്റെ വിചാരം. പക്ഷേ ഫ്ലോപ്പായിപ്പോയി ഗൈസ്.